തിയേറ്ററിൽ മാത്രമല്ല കൊടുമൺ പോറ്റി ബോക്സ് ഓഫീസിലും വിറപ്പിക്കുകയാണ്. ഭ്രമയുഗം എന്ന ചിത്രത്തിൻ്റെ 2 ദിവസത്തെ കേരള കളക്ഷനും അതോടൊപ്പം വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിരു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ എക്സ്ട്രാ നൈറ്റ് ഷോസാണ് ഭ്രമയുഗത്തിൻ്റെതായിട്ട് രണ്ടാമത്തെ ദിവസം കളിച്ചിരിക്കുന്നത്. 110 മുകളിൽ പ്രേക്ഷകരുടെ അന്യായ ഡിമാൻഡ് കാരണമാണ് ഭ്രമയുഗം എന്ന ചിത്രത്തിന് രണ്ടാമത്തെ ദിവസവും ഇത്രത്തോളം എക്സ്ട്രാ ഷോസ് കിട്ടാനുള്ള പ്രധാന കാരണം. മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അവസാനത്തെ 24 അവേഴ്സിൽ 127K മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയി പോയിരിക്കുന്നത്. ആദ്യ ദിവസം 104K അടുത്തായിരുന്നു 24 മണിക്കൂറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയതെങ്കിൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെയും എത്രയോ മുകളിലേക്ക് പോയിരിക്കുന്നു. ആദ്യ ദിവസം വേൾഡ് വൈഡ് നിന്ന് 7.7 കോടി നേടിയ ചിത്രം രണ്ടാമത്തെ ദിവസവും ആ ഒരു സമാനമായ കളക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സഞ്ചരിക്കുമെന്ന് ഈ ഒരു കണക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 3,05,00,000 നേടിയ ഈ ഒരു ചിത്രം അതിൻ്റെ മുകളിൽ ഏകദേശം 3,20,00,000 അല്ലെങ്കിൽ 3,25,00,000 എന്ന ഫിഗറിലേക്കാണ് എത്താൻ വേണ്ടി പോകുന്നത്. വേൾഡ് വൈഡിൽ നിന്നും ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാമത്തെ ദിവസവും നേടും അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടരികിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ട്രാക്കിംഗ് കണക്കുകൾ പുറത്തുവിടുന്നവർ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൻ്റെ കറക്റ്റ് 2 ദിവസത്തെ ഫൈനൽ കളക്ഷൻ എല്ലാം അറിയണമെങ്കിൽ കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് 2 ദിവസം കൊണ്ട് 15 കോടി അല്ലെങ്കിൽ അതിൻ്റെ അരികിലേക്കാണ് ഭ്രമയുഗം എത്തിയിരിക്കുന്നത്. കാത്തിരിക്കാം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജന.